Hi everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി ബിസിനസ് ബൂം വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ബിസിനസ് ബൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺട്രപ്രനേഴ്സിന് അവരുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്രെയിനിങ് സീരീസ് ആണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് സീരീസ് ആണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മറ്റൊന്നുമില്ല, എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് പരാജയപ്പെടുന്നത്. പല ബിസിനസ്സുകളും പരാജയപ്പെടുന്നു. കണക്കുകൾ പ്രകാരം ഈ പല ഘട്ടങ്ങളിലായിട്ട് നടന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ തന്നെ ഏകദേശം തുടങ്ങിയ 95% സ്റ്റാർട്ടപ്പുകളും തുടങ്ങിയ ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്നു എന്നുള്ളതാണ് കണക്ക്. നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം. നിങ്ങളുടെ ഓരോ അടുത്തുള്ള പ്രദേശങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തുടങ്ങുന്ന ബിസിനസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ബിസിനസ്സുകളുണ്ട്. പക്ഷെ പുതുതായിട്ട് ഒരുപാട് ബിസിനസ് തുടങ്ങുന്നു. അതിൽ തന്നെ വലിയൊരു പെർസെൻറ്റേജ് ബിസിനസ്സുകൾ 80-90% ബിസിനസ്സുകളും തുടങ്ങി ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്നു. ഇനി പൂട്ടാത്ത ബാക്കിയുണ്ടെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ അത് പൂട്ടിപ്പോകുന്നു. പക്ഷെ ഓരോ കടയിൽ പുതിയതായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മൾ എത്രമാത്രം ഇത് പൂട്ടിപ്പോകുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഗൗരവത്തിൽ അറിയില്ല. ഇപ്പം എനിക്ക് അറിയാവുന്ന ഒരുപാട് ഷോപ്പുകൾ, ഒരുപാട് കടകൾ നമുക്കറിയാം. ബിസിനസ് കടകൾ മാത്രമല്ല, ബട്ട് എന്നിരുന്നാലും ഒരുപാട് കടകൾ ഒരു ദിവസം പോകുമ്പോൾ കാണുന്ന ആളല്ല വേറെ, അത് പൂട്ടിപ്പോയിട്ട് വേറെ ആളാണ് തുടങ്ങുന്നത്. ഈ രീതിയിൽ വലിയ തോതിൽ ബിസിനസ് പൂട്ടിപ്പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് പൂട്ടിപ്പോകുന്നത്? അതിനുള്ള കാരണങ്ങൾ തിരയുകയാണ് ഈ വീഡിയോയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് പൂട്ടിപ്പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ബിസിനസ് സ്റ്റക്കായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളെന്ന് പറയുന്ന ബിസിനസ്മാൻ സ്റ്റക്ക് ആയതുകൊണ്ടാണ്. എല്ലാ ബിസിനസിന്റെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഉത്തരവാദിത്വം ആ ബിസിനസ് നടത്തുന്ന ആൾക്ക് തന്നെയാണ്. നിങ്ങളുടെ ബിസിനസ് വിജയിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. നിങ്ങളുടെ ബിസിനസ് ഫൈനാൻഷ്യലി സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല, കൂടുതൽ സെയിൽസ് വോളിയം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കൂടുതൽ ആസ് എ ബിസിനസ് മാൻ നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ബിസിനസ്സിന് കൂടുതൽ വോള്യം ഉണ്ട്, പക്ഷെ മാർജിൻ കിട്ടുന്നില്ല. ബിസിനസ് നടന്നാലും നഷ്ടത്തിലേക്ക് പോകുന്നെങ്കിൽ എങ്ങനെ മാർജിനൽ സ്കെയിലിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് സ്റ്റാഫ് കൊഴിഞ്ഞു പോകുന്നു, കൂടുതൽ ആളുകൾ വരുന്നില്ല എങ്കിൽ അതിന്റെ പ്രധാന കാരണം നിങ്ങളെന്ന് പറയുന്ന ബിസിനസ്മാൻ ആസ് എ ലീഡർ, ആസ് എ മാനേജർ, യു ആർ ഫെയിൽഡ്. നമ്മുടെ ബിസിനസിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, നമ്മുടെ ബിസിനസ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബിസിനസ്മാൻ എന്ന രീതിയിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. നമ്മളുടെ പരാജയമാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു പ്രധാനപ്പെട്ട പരാജയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ്സും ഡെവലപ്പ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ റീസൺ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് പരാജയപ്പെടുന്നത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ റീസൺ, റോങ് റീസൺ ടു സ്റ്റാർട്ട് ബിസിനസ്. പലരോടും ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ബിസിനസ് കോച്ചിങ്ങിനും മറ്റുമൊക്കെ ബിസിനസ് പരാജയപ്പെടുന്നു, ബിസിനസ്സിൽ വോള്യം ഇല്ല, എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട്. ഈ സമയത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന റീസണുകൾ, എന്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നു, എന്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. കാരണം എന്താ? ഒരു ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് റീസൺ ഉണ്ടായിരിക്കണം. എന്നാൽ പല ആളുകളും ബിസിനസ് തുടങ്ങുന്നത് റോങ് റീസണിന്റെ ബേസിലാണ്. ഈ റോങ് റീസൺ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ റീസൺ, പലരും ബിസിനസ് ചെയ്യുന്നത്, എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഇനി ജോലി ചെയ്ത് എനിക്ക് മടുത്ത്, ജോലിയുടെ പ്രഷറും കാര്യങ്ങളും താങ്ങാൻ വയ്യ, അതുകൊണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, അതൊരു റോങ് റീസൺ ആണ്. നിങ്ങൾക്ക് ജോലിയിലെ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ബിസിനസ്സിലെ പ്രഷർ താങ്ങാൻ പറ്റില്ല. ജോലിയിൽ നിങ്ങൾക്ക് എത്ര പ്രഷർ അനുഭവിക്കേണ്ടി വന്നോ അതിൻ്റെ 10 ഇരട്ടി ഒരു പക്ഷേ നിങ്ങൾക്ക് ബിസിനസ്സിൽ പ്രഷർ അനുഭവിക്കേണ്ടി വരും. പല സാഹചര്യങ്ങൾ വരും, പല ക്രൂഷ്യൽ സിറ്റുവേഷൻസ് വരും, ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും, സ്റ്റാഫിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും, കൂടുതൽ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് എല്ലാം വരും. അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള പണിയാണ്. അവിടുത്തെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഈ ഒറ്റ കാരണം കൊണ്ട് ബിസിനസ് ചെയ്ത പലരും ആ ഒറ്റ കാരണം കൊണ്ട് പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബിസിനസ് തുടങ്ങരുത്. പിന്നെയോ വേറെയും റീസൺ ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങും. ബിസിനസ് വർഷങ്ങളായി തുടങ്ങുന്ന ആളുകൾക്കറിയാം എപ്പോഴാണ് പണം കിട്ടുന്നത്, എത്ര വർഷത്തെ അധ്വാനം വേണ്ടി വരും, എത്രമാത്രം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, എളുപ്പത്തിൽ ഇത് സംഭവിക്കും എന്നുള്ളത്. ഷോർട്ട് ടൈം ആയിട്ട് കാശ് കിട്ടണമെങ്കിൽ നിങ്ങൾ വല്ല ഉടായ്പ പരിപാടിയിലേക്കും ആളെ പറ്റിക്കുന്ന പരിപാടിയിലേക്കും പോകേണ്ടി വരും. അല്ലാതെ ഒരിക്കലും തന്നെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴിയില്ല. സക്സസ്സിന് ഒരിക്കലും തന്നെ ഷോർട്ട് കട്ടില്ല. ബിസിനസ്സിലും ധാരാളം പണം ഉണ്ടാക്കണമെങ്കിൽ ഷോർട്ട് കട്ടില്ല. നിങ്ങൾക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ആളുകളുടെ പ്രശ്നം പരിഹരിക്കുക. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്ട് ഈസ് ദ വാല്യൂ യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഇൻ ദ സൊസൈറ്റി. എന്ത് പ്രോബ്ലമാണ് നിങ്ങളുടെ സമൂഹത്തിൽ തീർക്കുന്നത്? പണം ഉണ്ടാക്കാൻ, ബിസിനസ്സിൽ പണം ഉണ്ടാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മനുഷ്യന്മാരുടെ കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക.
അല്ലാതെ ബിസിനസ് തുടങ്ങി ഷോർട്ട് ടൈമിൽ കാശ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും, അത് നടക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് വല്ല വരുമാനം കിട്ടി തുടങ്ങുക. ഇത് ബിസിനസ്സാണ്, അത് ഓർമ്മ വേണം. പിന്നെ പാഷനും കൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. എന്താണ് ബിസിനസ് തുടങ്ങാൻ കാരണം? എനിക്ക് ഇത് ഭയങ്കര പാഷനാണ്, എനിക്ക് പാട്ട് പാടുക എന്ന് പറയുന്നത് ഭയങ്കര പാഷനാണ്, എനിക്ക് അതല്ലെങ്കിൽ ഈ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാഷനാണ്, ഇനി അതാണ് എൻ്റെ ഏറ്റവും വലിയ ക്രേസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ പാഷനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങരുത്. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുക്കായിട്ട് ഷെഫായിട്ട് പണിക്ക് നിൽക്കുക ചെയ്യേണ്ടത്. കാരണം പാഷന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ബിസിനസ് തുടങ്ങരുത്. പാഷൻ മാത്രം പോരാ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഫ്ലൈറ്റ് ഓടിക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓടിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് ഓടിക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ? നടക്കില്ല. കാരണം ഫ്ലൈറ്റ് ഓടിക്കണമെങ്കിൽ പാഷൻ മാത്രം പോരാ, ട്രെയിനിങ് വേണം. ഒരു പൈലറ്റ് ആവാനുള്ള എക്സാക്ട് ട്രെയിനിങ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഓടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷനാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അതിനു വേണ്ടി പോവണ്ട. കാരണം ഫുഡ് ഉണ്ടാക്കുന്നത് പോലെയല്ല ആ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുക എന്ന് പറയുന്നത്. അതിനകത്ത് വേറെയും കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ് എൻ്റെ ക്രേസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പലരും ബുട്ടീക്ക് ബിസിനസ്സിലേക്കും ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്കും പോകാറുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു വർക്ക് ഫോർ സമ്മൺ എൽസ്. യു ക്യാൻ എൻജോയ് യുവർ ലൈഫ് ബിക്കോസ് യു ആർ ഡൂയിങ് യുവർ പാഷൻ. പക്ഷെ ആ ഒരൊറ്റ കാര്യം മാത്രം പോരാ ബിസിനസ്. എന്നാൽ പാഷനുള്ള ആളുകൾക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിന് ബിസിനസ് റൺ ചെയ്യാനുള്ള സ്കില്ലും കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ റോങ് റീസണിലൂടെ ബിസിനസ് തുടങ്ങരുത്. നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ റോങ് റീസൺ നിങ്ങളുടെ ബിസിനസ്സിന് തകർക്കുന്നതിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഇനി മൂന്നാമത്തെ ബിസിനസ് പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. നോ ബിസിനസ് ട്രെയിനിങ്. ബിസിനസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് അവസരങ്ങളൊന്നുമില്ല. നമുക്ക് കോളേജിലോ സ്കൂളുകളിലോ ബിസിനസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നൊന്നുമില്ല. MBAയിൽ പോലും ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. ആരെങ്കിലും തുടങ്ങി വെച്ച് ബിസിനസ് മാനേജ് ചെയ്യാനാണ് ശരിക്കും പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മാറി മാറി വരുന്ന കോമ്പറ്റീറ്റീവ് ചേഞ്ചിനനുസരിച്ചിട്ട് എങ്ങനെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കാം, എങ്ങനെ ക്യാഷ് ഫ്ലോ വ്യക്തമായിട്ട് മാനേജ് ചെയ്യാം, എങ്ങനെ മാർജിൻ എടുക്കാം, എത്ര മാർജിൻ എടുക്കണം, എങ്ങനെ കസ്റ്റമറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊന്നും എക്സാക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല ഒരു ബിസിനസ് കോഴ്സിലും. ഹവാർഡ് യൂണിവേഴ്സിറ്റി പോലുള്ള വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഹൈ ഫീസിന് കുറച്ചെങ്കിലും ബിസിനസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, കുറച്ച് കേസ് സ്റ്റഡീസ് ഒക്കെ പഠിപ്പിക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ കഴിഞ്ഞ 50 വർഷമായിട്ട് ബിസിനസ് ചെയ്ത ആളുകളെ മുഴുവൻ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഏത് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇന്ന് തന്നെയാണ്. കാരണം അന്ന് അവർ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഒരു ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു 30 മുതൽ 70 വർഷം വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നില്ല. ഇന്ന് 3 മുതൽ 5 വർഷം വരെയാണ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അതിനുള്ളിൽ ആ ഇൻഡസ്ട്രി ഇല്ലാതെ പുതിയ ഇൻഡസ്ട്രി അവിടെ വരികയാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഇന്ന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ഭയങ്കര സംഭവമാണ്, കുറേ ബിസിനസ് ചെയ്തിട്ടുണ്ട്, പാരമ്പര്യമായ ബിസിനസ്സുകാരാണ്, എല്ലാം ഓക്കെയാണ്, എല്ലാം സൂപ്പറാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ബിസിനസ്സിന് ട്രെയിനിങ് വേണ്ടെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? ബിസിനസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി ലോകം കീഴടക്കിയ നോക്കിയ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ഒരു ചെറിയ സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്കിലൂടെ തകർന്ന് തരിപ്പണമായി ഇല്ലാണ്ടായിപ്പോയത്. ടാറ്റ എന്ന് പറയുന്ന ഒരു ടോട്ടൽ ടോപ്പ് ബ്രാൻഡ് തന്നെയാണ്, ഒരുപാട് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ബ്രാൻഡ് തന്നെയാണ് നാനോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പരാജയപ്പെട്ടു പോയത്. എന്നാൽ അതേ ടാറ്റ തന്നെയാണ് പിന്നീട് കസ്റ്റമേഴ്സിന്റെ നീഡും ഒക്കെ മനസ്സിലാക്കിയിട്ട് പുതിയ ബ്രാൻഡിങ്ങിലൂടെ വെഹിക്കിൾസും നെക്സണും അതുപോലെ തന്നെ ഒരുപാട് പുതിയ ഇതായിട്ട് ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ കൂട്ടി വരുന്നു. മറ്റു പല കമ്പനികൾക്കും സെയിൽസ് ലോസ് സംഭവിക്കുമ്പോൾ ടാറ്റ കൂടി വരുന്നത് അതുകൊണ്ട് തന്നെ. സ്ട്രാറ്റജിയാണ് ബിസിനസ്. മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൂടുതൽ കസ്റ്റമറെ അക്വയർ ചെയ്യേണ്ടത്, എന്താണ് കസ്റ്റമറുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിരുചി, എന്താണ് കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കാൻ കഴിയുന്ന ടൂൾസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഫിനാൻഷ്യലി കൂടുതൽ എഫിഷ്യൻസി കൂട്ടുക, എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുക, ഏത് രീതിയിൽ അവരെ മാറ്റിയെടുക്കാൻ പറ്റും തുടങ്ങിയ നിരവധി ട്രെയിനിങ്ങുകളൊക്കെ അവൈലബിൾ ആണ്. ബെഞ്ചാലി ലൈഫിന്റെ നേതൃത്വത്തിലും ഈ രീതിയിലുള്ള ട്രെയിനിങ്, ബിസിനസ് ബൂം എന്ന് പറയുന്ന ട്രെയിനിങ് ഉണ്ട്. ബിക്കോസ് വി ആർ സ്പെഷ്യലൈസ്ഡ് ടു ഗിവ് യു ട്രെയിനിങ്. നിങ്ങൾ ബിസിനസ് ചെയ്യൂ, ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള ട്രെയിനിങ് ഞങ്ങൾ തരാം. കാരണം എന്താ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ബിസിനസ് എഫക്റ്റീവായി ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് റിസർച്ചിലാണ്. ഒരുപാട് കേസ് സ്റ്റഡീസും ഒരുപാട് മാർക്കറ്റ് അനാലിസിസുകളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡാറ്റ കേസുകളും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ട്രെയിനിങ് പ്രോഗ്രാമും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, വേറെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ വ്യക്തമായിട്ട് ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ടു ഗോ ഫോർ ബിസിനസ് ട്രെയിനിങ്സ്. മൂന്നാമത്തെ റീസൺ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ബിസിനസ് നല്ല ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ നോളജ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ, സെയിൽസ് ട്രെയിനിങ്, എസ്പെഷ്യലി നിങ്ങൾക്ക് സെയിൽസ് ട്രെയിനിങ് എല്ലാം അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, നാലാമത്തെ ബിസിനസ് പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് നോ ഹൗ ടു സെൽ. നിങ്ങളൊരു ഓൺട്രപ്രനർ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് സെയിൽസ് ക്വാളിറ്റി തന്നെയാണ്.
സെല്ല് ചെയ്യാൻ കഴിയില്ലെങ്കിൽ യു വിൽ ലൂസ് യുവർ ബിസിനസ്. എനിക്ക് നല്ല പാഷനാണ്, എനിക്ക് അതിന് പാഷനുണ്ട്, ഇതിന് പാഷനുണ്ട്. ശരിയാണ്, പാഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ടു ബിക്കം എൻ എംപ്ലോയി, നിങ്ങൾ ഒരു നല്ല എംപ്ലോയി ആയി വർക്ക് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ബിസിനസ്സുകാരനാണെങ്കിൽ ഡെഫിനറ്റ്ലി സെയിൽസ് എബിലിറ്റി ടു സെൽ ഈസ് ദ അഡിക്വേറ്റ് ആൻഡ് നെസസറി സ്കിൽ. വിൽക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ലേൺ ഹൗ ടു സെൽ യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ്. അതറിയാത്തത് കൊണ്ട് പരാജയപ്പെടും. നിങ്ങൾ തന്നെ നടന്ന് വിൽക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയാത്ത ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ട് വിൽപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. യു ഷുഡ് നോ ഹൗ ടു സെൽ ഇറ്റ്, ബിക്കോസ് സെയിൽസ് ഇസ് നോട്ട് ഓൺലി ജസ്റ്റ് ക്ലോസിംഗ് ദ സെയിൽസ്, ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൺവിക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് യുവർ എന്തൂസിയാസം. നിങ്ങളുടെ സ്റ്റാഫിലേക്ക് നിങ്ങളെ കോൺഫിഡൻസ് പകർന്നു കൊടുക്കണമെങ്കിൽ, നിങ്ങളുടെ സെയിൽസ് ടീമിന് നിങ്ങളെ കോൺഫിഡൻസ് പകർന്നു കൊടുക്കണമെങ്കിൽ, നിങ്ങളുടെ സെയിൽസ് ടീമിന് നിങ്ങളെ കൺവിൻസ് ആകണമെങ്കിൽ നിങ്ങൾക്ക് ആ സെയിൽസ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ക്ലിയർ ആയില്ലേ? ഇനി അഞ്ചാമത്തെ റീസൺ, അഞ്ചാമത്തെ ബിസിനസ് പരാജയപ്പെടാനുള്ള റീസൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ലാക്ക് ഓഫ് ഇന്നോവേഷൻ ആണ്. ലാക്ക് ഓഫ് ഇന്നോവേഷൻ ആണ്. നിങ്ങൾ മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കൂ. മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയിൽ പലപ്പോഴും ഞാൻ പല ബിസിനസ് അനാലിസ്റ്റുകളുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പല റിനോഡ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സുമായിട്ട് ഇൻട്രാക്ഷൻ സെഷനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല കേസ് സ്റ്റഡീസും പഠിച്ചതിൻ്റെ സമയത്ത് എനിക്ക് മനസ്സിലായത് ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിസിനസ്സിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു എക്കോണമി തന്നെയാണ്. കാരണം ഒരു ബിസിനസ് വളരുന്നതിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യയാണ്. നിങ്ങൾ മനുഷ്യന്മാരില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഏതൊരു ബിസിനസ് തുടങ്ങണമെങ്കിലും അവിടെ ജനസംഖ്യ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ നല്ല ജനസംഖ്യയുണ്ട്, അല്ലേ? നല്ല ജനസംഖ്യ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് ബയ്യിങ് കപ്പാസിറ്റിയാണ്. ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 30% മിഡിൽ ഇൻകം പീപ്പിളാണ്, അല്ലെങ്കിൽ 30 to 40% മിഡിൽ ഇൻകമോ അപ്പർ ഇൻകമോ ആണ്. ബാക്കി 60% ലോവർ ഇൻകമോ ദരിദ്രർക്ക് താഴെയുള്ളവരൊക്കെ ആണെങ്കിൽ കൂടി ഒരു 30% പോലും മിഡിൽ ഇൻകം ആണെങ്കിൽ പോലും, ബയ്യിങ് കപ്പാസിറ്റി ഉള്ള ആവറേജ് ഇൻകം ആണെങ്കിൽ പോലും അത് മതി. കാരണം എന്താ? ഇന്ത്യയിലെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 crore അടുത്തെത്തി, 40 crore അടുത്തെത്തി, 45 crores വരും. ഇത്രയും വലിയ ജനസംഖ്യ, അമേരിക്കയുടെ ടോട്ടൽ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിൽ അത്യാവശ്യം ബയ്യിങ് കപ്പാസിറ്റി ഉള്ള മിഡിൽ ഇൻകം എന്ന് പറയുന്നത്, മിഡിൽ ഇൻകം പീപ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ്സിനും വളരാൻ ഏറ്റവും നല്ല അനുകൂലമായ സാഹചര്യമുള്ള ബയ്യിങ് കപ്പാസിറ്റിയുള്ള വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ബയ്യിങ് ഹാബിറ്റും ഉണ്ട്. കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സോളോ അല്ല നമ്മുടെ ലൈഫ്, കുടുംബമാണ്. ഒരുപാട് കുടുംബവുമായി ബന്ധപ്പെട്ട ധാരാളം ഫംഗ്ഷനുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പർച്ചേസ് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്കൊരു ഹരം തന്നെയാണ്. ബയ്യിങ് ഹാബിറ്റ് ഉള്ള ആളുകളും തന്നെയാണ് നമ്മൾ. എന്നിട്ടും ഇന്ത്യയിൽ ഒരു ഗ്ലോബൽ ലീഡർ ഇല്ല. ഫോർച്യൂൺ 500 കമ്പനിയിൽ ഇന്ത്യയിൽ നിന്ന് 7 കമ്പനിയേ ഉള്ളൂ. വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്ത് പരിചയമുള്ള ധീരുഭായ് അംബാനിയുടെ റിലയൻസും ടാറ്റയും അതുപോലെ തന്നെ ONGC അടക്കമുള്ള 7 കമ്പനിയാണ്. പിന്നെ രാജേഷ് എക്സ്പോർട്സ് അടക്കമുള്ള 7 കമ്പനിയാണ്. എത്ര ദുരന്തമാണ്! ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയിൽ ഒന്നാണ്. ഇത്രയും വലിയ ബയ്യിങ് കപ്പാസിറ്റിയുള്ള ജനങ്ങൾ അധികം ഇല്ല. എന്നിട്ട് പോലും ഫോർച്യൂൺ 500 കമ്പനിയിൽ 7 ഇന്ത്യൻ കമ്പനിയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മിസ് ചെയ്യുന്നത് ഇന്നോവേഷനാണ്. നിങ്ങൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബിസിനസ്, ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ബിസിനസ് ഗ്ലോബൽ ഫേസിലേക്ക് കയറിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ വേറെ ആരെങ്കിലും തുടങ്ങിയത് കോപ്പി ചെയ്യുന്നേ ഉള്ളൂ. ഇന്നോവേഷൻസ് ഇല്ല. ലോക്കൽ ഇന്നോവേഷൻസ് ഉണ്ട് ഗ്രാമങ്ങളിലൊക്കെയുള്ള. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ റീസെൻ്റ് ആയിട്ടൊരു സംരംഭത്തെ കണ്ടു. വളരെ ചെറുതാണ്, പക്ഷേ എന്നിരുന്നാലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല സംഗതികളും ലോക്കൽ ഇന്നോവേഷൻസ് ഉണ്ട്. ഇപ്പോൾ കുടംകലക്കി എന്ന് പറയുന്നൊരു സാധനം, ഫുൾ ചാർ സോഡ എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു ലോക്കൽ ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇന്നോവേഷനാണ്. ഞാൻ ഇന്നോവേഷന് ഇതാക്കില്ല, ഇന്നോവേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു ഗ്ലോബൽ സ്പേസിൽ വിൽക്കാൻ പറ്റുന്ന ഇന്നോവേഷൻസ് നമ്മൾ എന്താണുള്ളത്? ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യുവേഷനിലൂടെ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് ചർച്ചയായ ഒരു സംഭവമാണ് ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽ. വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഷെയർ വാല്യൂനാണ് എടുത്തത് വാല്യുവേഷനിലൂടെ. പക്ഷേ ഫ്ലിപ്കാർട്ട് എന്താണ്? ഇസ് ദാറ്റ് ഇന്നോവേഷൻ? നോ മൈ ഡിയർ. ആമസോണിന്റെ കോപ്പിയാണ്. നിങ്ങൾ ഏതും എടുത്ത് നോക്കൂ. ഓല ഇന്ത്യൻ ഒറിജിൻ ആണ്, പക്ഷേ ഊബറിന്റെ കോപ്പിയാണ്. ഫുഡിൽ ആണെങ്കിലും അതുപോലെ തന്നെ ഏതിലാണെങ്കിലും, ഇപ്പോൾ ഓയോ റൂംസ് ആണെങ്കിലും എല്ലാം ഇന്റർനാഷണലി ചെയ്തുകൊണ്ടിരിക്കുന്ന പലതിൻ്റെയും കോപ്പിയാണ്. നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്ന ലോക്കൽ ബിസിനസ്സിൽ ഒരാൾ റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിഞ്ഞാൽ സെയിം പാറ്റേണിൽ സെയിം രീതിയിൽ വേറൊരാൾ ബിസിനസ് തുടങ്ങും. ഒരാൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അതേ പാറ്റേൺ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിൻ്റെ ഹൊറിസോണ്ടൽ ഗ്രോത്ത് ആണ് നടക്കുന്നത്, അതിൻ്റെ റിപ്പീറ്റേഷൻ ആണ് നടക്കുന്നത്. വെർട്ടിക്കൽ ഗ്രോത്ത് അല്ല. ടെക്നോളജിയോ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുന്നില്ല. ഹൊറിസോണ്ടൽ ഗ്രോത്ത് ആണ് നടക്കുന്നത്. വെർട്ടിക്കൽ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. ഗ്ലോബൽ ലീഡർമാരെയാണ് നമുക്ക് വേണ്ടത്.
ബിസിനസ് പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം മറ്റുള്ളവരുടെ ചെയ്യുന്നത് കണ്ടിട്ട് കോപ്പി അടിക്കുന്നത് തന്നെയാണ്. വേറെ ഇനി കൂടുതലൊന്നും പറയാനുള്ളല്ലോ. ഇന്നോവേഷൻ ഇല്ല, ലാക്ക് ഓഫ് ഇന്നോവേഷൻ ഇല്ല, വാല്യൂ ഇന്നോവേഷൻ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പരാജയത്തിൻ്റെ കാരണം. നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വാല്യൂ ഇന്നോവേറ്റീവ് ആണെങ്കിൽ, നിങ്ങൾ ട്രെയിൻഡ് ആണെങ്കിൽ, നിങ്ങളതിൽ സെല് ചെയ്യാൻ അറിയുമെങ്കിൽ യു ക്യാൻ ബി എ ഗ്ലോബൽ ലീഡർ. ഫേസ്ബുക്ക് അതായിരുന്നു, യൂട്യൂബ് അതാണ്. ഇന്നും കോമ്പറ്റീറ്റർ ഇല്ല. വാല്യൂ ഇന്നോവേഷൻ. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലെയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രോഗ്രാമുകളുണ്ട്. ബിസിനസ് ബൂം എന്ന് പറയുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് ബിസിനസ് ബൂം. അതുപോലെ തന്നെ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമുകളായിട്ടുള്ള സെൽഫ് മാസ്റ്ററി, സക്സസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വേറെ പ്രോഗ്രാം, ഓൺലൈൻ സെൽഫ് മാസ്റ്ററി, ഓൺലൈൻ സക്സസ് എഞ്ചിനീയറിംഗ്, 3 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിട്ടുള്ള സെൽഫ് മാസ്റ്ററി എലൈറ്റ്, ലൈഫ് ചേഞ്ചിങ്ങിൻ്റെ പീക്ക് പെർഫോമർ ആക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ്. അതുപോലെ ഡിഫറെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റിൽ റിച്ച്നെസ് കൊണ്ടുവരാനും ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിക്കാനൊക്കെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് മില്യനെയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം എന്ന് പറയും. അങ്ങനെയുള്ള ധാരാളം പ്രോഗ്രാമുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബിസിനസ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ക്രൂസ് ഷിപ്പിലുള്ള ദുബായിലേക്കും സിംഗപ്പൂരിലേക്കുള്ള പ്രോഗ്രാമുകൾ. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ ആഗ്രഹിക്കുന്ന എന്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് സ്പിരിച്വൽ പ്രോഗ്രാം, 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം. ഇങ്ങനെ പല രീതിയിലുള്ള ട്രെയിനിങ്ങുകളുണ്ട്. ഞങ്ങളുടെ കൗൺസിലേഴ്സിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ചുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റും. ഡെമോ ക്ലാസ്സുകൾ, ഫ്രീ ആയിട്ടുള്ള ഡെമോ ക്ലാസ്സുകളെല്ലാം കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.